എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേലായിട്ട് അതിഭയങ്കരമായ ജലദോഷവും മൂക്കടപ്പും രാത്രി കാലങ്ങളിൽ ശ്വാസതടസ്സവുമാണ്. ശബ്ദവും വല്ലാതെ പതറിയിരിക്കും. എന്നാലും ഈ പ്രഭാതത്തിൽ ഒരു പാട്ട് പാടാതെ നിങ്ങളെ അഭിമുഖീകരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പടുപാട്ടൊന്നും പാടാത്ത കഴുതയില്ല എന്ന കുമാരനാശാൻ്റെ വരികൾ ഓർമ്മിച്ചുകൊണ്ട് ഒരു ചെറിയ ഗാനത്തോടെ ആരംഭിക്കുകയാണ്. എൻ്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു, അവരെൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എൻ്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു. കാര്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കും. ഈ ദൈവം ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രിയുടെ മകളും മഹാനായ മരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായിരിക്കുന്ന ശ്രീമതി വീണ തൈക്കണ്ടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIOയുടെ കേസിൽ പ്രതിയായിരിക്കുന്നു എന്നുള്ളത്. ഇതിൽ ദൈവമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ പാവപ്പെട്ട ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ വിഭാഗം അവരെത്രയോ ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുകയാണ്. അവരുടെ ശമ്പളത്തിൽ നിസ്സാരമായൊരു വർധനവ് വരുത്താൻ ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ടല്ല, കൊടുക്കുകയില്ല എന്ന ഇയാളുടെ വാശിയാണ്. ആരുടെ? നമ്മുടെ കാരണഭൂതന് എന്തോ കാരണത്താൽ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന SUCIക്കാരോട് വിരോധമുണ്ട്. അവരാണ് പുള്ളിക്കെതിരെ പല സമരപരിപാടികളും ആസൂത്രണം ചെയ്ത് വിജയകരമായിട്ട് നടപ്പാക്കിയത്. SUCIക്ക് അത്ര വലിയ ജനപിന്തുണയൊന്നും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ള പ്രവർത്തകർ വലിയ വാശിക്കാരും ഉത്സാഹികളുമാണ്. അങ്ങനെയാണ് ഈ റെയിലിനെതിരായിട്ടൊക്കെ വലിയ സമരം നമ്മുടെ നാട്ടിലും നടന്നത്. അതുപോലെ തന്നെയാണ് ഈ ആശാസമരവും നടക്കുന്നത്. ആശാസമരത്തിൻ്റെ മുന്നിലും പിന്നിലും SUCIക്കാരാണ്. പക്ഷേ അതിന് ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാരുടെ വരെ പിന്തുണ കിട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. BJPക്കാരനും കോൺഗ്രസ്സുകാരനും പിന്തുണ വേറെയുമുണ്ട്. ഈ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിൽ വരെ സഖാക്കൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആശാസമരം ഒത്തീർപ്പാക്കാത്തത് എന്നാണ്. എല്ലാവർക്കും അറിയാം എന്താ ഒത്തീർപ്പാക്കാത്തത് വെച്ചാൽ പുള്ളിയുടെ പിടിവാശിയാണ്, മറക്കട പുഷ്ടിയാണ്. ഒരു കാരണവശാലും ഇവർക്ക് നയാ പൈസ കൂട്ടിക്കൊടുക്കുകയില്ല. ഇവരെത്ര വെയിൽ കൊണ്ടാലും എത്ര മഴ നനഞ്ഞാലും ഇടിവെട്ടുകൊണ്ട് മരിച്ചാലും ഈ കാരണഭൂതൻ്റെ കരളലിയുകയില്ല. ഉള്ള ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് എന്തോ ഇരുമ്പിൻ്റെ ഉണ്ടയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അലിയാത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയുടെ പ്രിയ പുത്രി സീരിയസ് ഫ്രോഡ്, ചെറിയ ഫ്രോഡല്ല, സീരിയസ്, വെരി സീരിയസ് ഫ്രോഡിൽ പ്രതിയായി ബഹുജന മാധ്യമത്തിൽ നിൽക്കുന്നത്. ഈ ഡൽഹി ഹൈക്കോടതിയിൽ ചന്ദ്രധാരി സിംഗ് എന്നു പേരുള്ള ഒരു ജഡ്ജിയുണ്ട്. വലിയ സമ്പാദ്യശീൽ സത്യസന്ധനുമായ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേ ഉത്തരവിലാണ് ഇത്ര നാളും ഈ മുഖ്യമന്ത്രി കുമാരി പിടിച്ചത്. നമ്മുടെ കരിമണൽ കടത്താവ് കൊടുത്ത കേസിലാണ്. കഴിഞ്ഞ ദിവസം ഈ സിംഗിനെ ഡൽഹിയിൽ നിന്ന് അലഹാബാദിലേക്ക് സ്ഥലം മാറ്റി. താൻ സ്ഥാനത്ത് വന്ന ജഡ്ജി ഇതിൻ്റെ സ്റ്റേ നീട്ടിക്കൊടുത്തില്ല. സ്റ്റേ വെക്കേറ്റ് ചെയ്തപ്പോൾ മറ്റൊരു തക്കം പാർത്ത് നിൽക്കുക ആര്? സാമ്രാജ്യത്വ ശക്തി, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അവർ ഇദ്ദേഹത്തിൻ്റെ മകളെ പ്രതിയാക്കി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. അങ്ങനെ ഈ വയസ്സുകാലത്ത് മകൾ സീരിയസ് ഫ്രോഡിന് വിചാരണ നേരിടുന്ന കാഴ്ചയും കാണാനുള്ള ഭാഗ്യം നമ്മുടെ കാരണഭൂതന് കൈവന്നു. മാത്രമല്ല, മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ ശുദ്ധീകരിക്കാം, എങ്ങനെ വിമലീകരിക്കാം, എങ്ങനെ അഴിമതി തുടച്ചു നീക്കാം, എങ്ങനെ ഭരണം കാര്യക്ഷമമാക്കാമെന്നൊക്കെ സഖാക്കൾ വാകേറി വാദിക്കുമ്പോഴാണ് വിമർശനവും സ്വയം വിമർശനവും പൊടിച്ച് നടക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? പാർട്ടിയുടെ പരമോന്നത നേതാവും അഖില കേരള ചക്രവർത്തിയുമായിരിക്കുന്ന പിണറായി മഹാരാജാവിൻ്റെ മകൾ സീരിയസ് ഫ്രോഡ് കേസിൽ പ്രതിയാകുന്നത്, കുറ്റപത്രം കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായി കഴിഞ്ഞപ്പോൾ മകൻ ജയിലിൽ പോയി എന്നല്ല, അച്ഛനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഏതാണ്ട് ഒരു കൊല്ലത്തോളം. മകന് ജാമ്യം കിട്ടിയതിന് ശേഷമാണ് ആ പാവത്തിന് പിന്നീട് AKG സെൻറ്ററിൽ വന്ന് പഴയ സീറ്റിൽ ഇരിക്കാൻ പറ്റിയത്. അത്രയും ധാർമ്മികത വച്ച് പുലർത്തുന്ന പാർട്ടിയാണ് CPM. വെറും പാർട്ടിയല്ല. ഈ നാട്ടിലെ കാക്കത്തുള്ളവരും ബൂർഷ്വ പാർട്ടികൾ പോലെയല്ല, തൊഴിലാളി വർഗത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ ധാർമ്മികത, സദാചാരം എന്ന് മാത്രം വാ തുറന്നാൽ പറയുന്നവരാണ്. അങ്ങനെയുള്ള പാർട്ടിയുടെ പരമോന്നത നേതാവിൻ്റെ മകളാണ് സീരിയസ് ഫ്രോഡ് കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്നത്. 2 കോടി രൂപ പ്രത്യേകിച്ച് യാതൊരു സേവനവും ചെയ്യാതെ കരിമണൽ കർത്താവിൻ്റെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതാണ് ആരോപണം. വെറും ആരോപണമല്ല, തെളിവുണ്ട്. അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയത്. നമ്മുടെ ബാലനും മറ്റും പറഞ്ഞിരുന്നത്
യഥാർത്ഥത്തിൽ ഉള്ള പേയ്മെൻറ്റാണ്, അതുകൊണ്ടാണ് അക്കൗണ്ട് വഴി പണം മാറിയത് എന്നാണ്. അപ്പോൾ ഈ സീരിയസ് ഫ്രോഡ് അക്കൗണ്ട് വഴിക്കും ചെയ്യാമെന്ന് തെളിയിച്ചവരാണ് കരിമണൽ കർത്താവും സംഖ്യ വാങ്ങിയ വീണയും. ഈ വീണയ്ക്ക് കൊടുത്ത പൈസ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഭംഗ്യന്തരേണ മുക്കിന് കൊടുത്ത പൈസ തന്നെയാണ്. പ്രത്യേകിച്ച് യാതൊരു സേവനവും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണ് സഹായം കിട്ടിയിട്ടുള്ളത്, ആരുടെ ഭാഗത്തു നിന്നാണ് സൗകര്യം ചെയ്ത് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. പക്ഷേ പുള്ളിക്കിതൊന്നും പ്രശ്നമല്ല, പുള്ളി ഇതൊന്നും ഒരു വിഷയമായിട്ടില്ല. കോൺഗ്രസ് ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്, BJP ആവശ്യപ്പെടുന്നുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ പലർക്കും പുള്ളി മാറി നിൽക്കുന്നതല്ലേ ഭംഗി എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒരാൾ പേടിച്ചിട്ട് പുറത്ത് പറയുകയില്ല. കാരണം വെച്ചാൽ കേരള മുസോളിനിയാണ് പുള്ളി. ആരെങ്കിലും ചോദ്യം ചെയ്താൽ പിറ്റേ ദിവസം അവൻ്റെ അന്ത്യം വരും. അങ്ങനെയുള്ളതായി ഈ നേതാവിന് ഈ വയസ്സുകാലത്ത് ഇതുപോലൊരു അടി കിട്ടിയത് സത്യത്തിൽ സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും ആശമാരുടെ ശാപം പുള്ളിയുടെ തലയ്ക്ക് മീതെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. കാരണം ഇതിനൊക്കെ ഒരു കർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എവിടെയെങ്കിലും വെച്ചാൽ അതിന് പ്രതിഫലം കിട്ടും. മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടും. അങ്ങനെ ഒരാൾ കൂടി കള്ളനായി എന്ന് പറഞ്ഞ പോലെ ഒരാൾ കൂടി കള്ളിയായി എന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മൂപ്പിലാൻ ഇതിലൊന്നും കുലുങ്ങയില്ല. 75 വയസ്സിൻ്റെ പ്രായപരിധി കവിഞ്ഞ് പുള്ളിക്ക് മാത്രം പാർട്ടി എക്സംഷൻ കൊടുക്കും. അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടും കേരള മുഖ്യമന്ത്രിയായിട്ട് തുടരും. മരുമകനെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കും. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ശീലായിക വരികയാണെങ്കിൽ മറ്റവനെ കയറ്റി ഇരുത്തിയിട്ട് പുള്ളി താഴെ ഇറങ്ങിയുള്ളൂ. എന്നാലും ആശാ വർക്കർമാർക്ക് 5 പൈസ കൂട്ടി കൊടുക്കുകയില്ല. ആ സംശയമുള്ളവർ നോക്കിക്കോ, കാത്തിരുന്ന് കാണുക. ഏതായാലും ഈ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ നമ്മൾ ചില സമയത്ത് നിർബന്ധിതരായി പോകും എന്ന് ഞാൻ വ്യസന സമേതം നിങ്ങളെ അറിയിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.